ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷക്തന്മാർ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 61-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സംഗീത പ്രമാണിക്ക് തന്ത്രനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം നീ തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങളെ തലമുറയോളം ഇരിക്കും. അവൻ എന്നോട് ദൈവസന്നിധിയിൽ വസിക്കും. അവന് നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. ദാവീദിൻ്റെ ഒരു ഇതാണ്, ദൈവമേ, എന്നെ നിലവിളി കേൾക്കണമേ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവേ, യേശുവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. വചനമായി നിൽക്കുമ്പോൾ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ നസ്രീനായ യേശുവിൻ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും ഉടയട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കും. ജനത്തോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, തൻ്റെ അപേക്ഷയാണ്. തൻ്റെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, തൻ്റെ കഷ്ടതയുടെ മധ്യയിൽ, താൻ നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദിൻ്റെ നിലവിളിക്കും മുമ്പിൽ ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വിഷയമുണ്ടായി. ഒരുപക്ഷെ ദാവീദ് നിലവിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില വിഷയങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറ്റാത്ത വിഷയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ ഹൃദയം നുറുങ്ങിക്കരയുന്ന അവസ്ഥകളുണ്ട്. എൻ്റെ വിഷയം ഞാൻ ആരോട് പറയും? ഞാൻ എൻ്റെ വിഷയം അവരോട് പറഞ്ഞാൽ അവർ അത് ബ്ലാക്ക് മെയിൽ ചെയ്യും. അതല്ല, അവർ മറ്റുള്ളവരോട് പറയുമെന്നുള്ള ഒരു ഭയം ഉള്ളതുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ രഹസ്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്.
ദാവീദിന് ഒരു കാര്യം അറിയാം, എൻ്റെ രഹസ്യങ്ങളെ ഞാൻ അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ എനിക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അവൻ എന്നെ വിടുവിച്ച ദൈവമാണ്. അവൻ എന്നെ കരുതിയ ദൈവമാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചപ്പോൾ, എന്നെ അവർ ഒറ്റപ്പെടുത്തിയപ്പോൾ, എൻ്റെ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നെ ചേർത്തണച്ച ഒരു ദൈവമുണ്ട് എന്ന് ദാവീദിനറിയാം. ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ അവിടെയും അവിടുന്ന് കൂടെ നിന്ന ഒരു ദൈവത്തെ ദാവീദിനറിയാം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വിഷയമുണ്ടായിരിക്കുകയാണ്. ഒന്ന്, തൻ്റെ സ്നേഹിതനാൽ. 2 ശമൂവേൽ അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം സംഭവിച്ചത്, ദാവീദിൻ്റെ മകനായ അബ്ശലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമർ എന്നു പേർ. ദാവീദിൻ്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തൻ്റെ സഹോദരിയായ താമർ നിമിത്തം കാൽമുട്ട് അമ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിൻ്റെ ജ്യേഷ്ഠനായ ശിമെയുടെ മകനായ യോനാദാവ് എന്നു പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. യോനാദാവ് വലിയ ഉപായിയായിരുന്നു. അവനോട്, നീ നാൾക്കുനാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത്? രാജകുമാര, എന്നോട് പറഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എൻ്റെ സഹോദരനായ അബ്ശലോമിൻ്റെ പെങ്ങൾ താമർ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദ് നിലവിളിക്കുവാൻ ഒന്നാമത്തെ കാരണം ഇതാണ്: തൻ്റെ ഹൃദയം നുറുങ്ങിയ അവസ്ഥ, തൻ്റെ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥ, മറുവശം തൻ്റെ മകൾ തകർക്കപ്പെട്ട അവസ്ഥ, മറുവശം എൻ്റെ മകനാൽ അപമാനപ്പെട്ട അവസ്ഥ. അങ്ങനെ വളരെ തകർന്നിരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ഈ വിഷയം മറ്റുള്ളവരോട് പറയുവാൻ പറ്റാത്ത സംഭവം, തൻ്റെ കുടുംബത്തിൽ നടന്ന അവസ്ഥകൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദാവീദാണ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമേ. കർത്താവേ, പലരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, യേശുവേ, പലരും എന്നെ നോക്കുന്നില്ല എന്ന് പറയുന്ന ചില വ്യക്തികൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു: പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിൻ്റെ എല്ലാം അറിയുന്നവൻ എൻ്റെ കർത്താവാണ്. അവൻ നിന്നെ പൂർണ്ണമായി അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായി നീ നിലവിളിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ അവൻ നിനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. ചില അടഞ്ഞ വഴികൾ നിനക്കായി കർത്താവ് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ ദൂത് ഏറ്റെടുത്ത് ആര് ആമയെന്ന് പറയുന്നുവോ, ആരിപ്പോൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നോ, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞനുജ, നിന്നോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു: നിന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഒറ്റപ്പെട്ട അനുഭവത്തിൽ ചില വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെട്ട് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവുണ്ട്. നീ അവനിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. അവൻ നിശ്ചയമായി നിനക്കവൻ മറുപടി നൽകിക്കഴിഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ദാവീദ് നിലവിളിക്കുവാനിട വന്നു. ഒന്ന്, തൻ്റെ സുറ്റ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട അനുഭവം. 2, തൻ്റെ മക്കളാൽ ഉണ്ടായ അനുഭവം. തൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങൾ പുറത്ത് പറയുവാൻ പറ്റാത്ത സംഭവം. ഭാരപ്പെട്ടുകൊണ്ട് ദാവീദ് ഹൃദയം നീറിക്കൊണ്ടാണ് പറയുന്നത്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും.
എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ദാവീദിൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണ്. ദാവീദിൻ്റെ ഹൃദയം ഒരിക്കൽ ക്ഷീണിച്ചിരുന്നപ്പോൾ ദാവീദ് ക്ഷീണിച്ചിരുന്നപ്പോൾ പറഞ്ഞ്, നമ്മുടെ ജീവിതത്തിൽ ഞെരുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, കർത്താവേ, ഇനി ഞാൻ ജീവിക്കണ്ട, ഞാൻ നല്ലവനല്ല, ഞാൻ മരിച്ചാൽ മതി എന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും ഈ കേൾക്കുന്ന പല വ്യക്തിമണ്ഡലങ്ങളിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ പറഞ്ഞവർ കാണും. ചുരുക്കം മാത്രം ആൾക്കാരെ പറയാത്തവരുള്ളൂ. അനേക ആൾക്കാർ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, കഷ്ടതയുടെ മധ്യയിൽ, വീട്ടിൻ്റെ ചില തകർച്ചകൾ വരുമ്പോൾ പലതും പറയുന്നവരുണ്ട്. ദാവീദും തൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയുവാനിട വന്നു. സങ്കീർത്തനം 55 അതിൻ്റെ 6 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രാവിനെ പോലുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടു എങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ദാവീദിൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട്, ഞെരുക്കം കൊണ്ട് ദാവീദ് പറയുകയാണ്, എനിക്കിതൊന്നും കാണണ്ട, ഇതൊന്നും കേൾക്കണ്ട. എൻ്റെ കുടുംബത്തിൽ നടന്ന ഈ വിഷയം ഞാൻ ആരോട് എങ്ങനെ പറയും? അതെയോ എൻ്റെ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണമേ. പ്രാവിനെ പോലുള്ളതുപോലെ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഞെരുക്കം നിമിത്തം ദാവീദിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്, ഇതൊന്നും എനിക്ക് കാണുവാൻ വയ്യ, ഇതൊന്നും കേൾക്കുവാൻ വയ്യ, ഇതൊന്നും എനിക്ക് കാണണ്ട. പ്രാവിനെ പോലെ 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് എവിടെങ്കിലും പോകുമായിരിക്കാം, ഞാൻ പറന്ന് എവിടെങ്കിലും പോയി വിശ്രമിക്കാം, എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടുമെന്നുള്ള രീതിയിൽ ദാവീദ് പറയുന്ന, ദാവീദിൻ്റെ ഹൃദയ ഞെരുക്കത്തിലാണ് അങ്ങനെ പറയുന്നത്. സങ്കീർത്തനം 55:6 പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ദാവീദിൻ്റെ ജീവിതത്തിൽ അതേ ഞെരുങ്ങിയ അവസ്ഥ നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും തകർച്ചയുടെ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല, മുന്നോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ താങ്ങുവാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലെന്ന് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദരി, നീ വിശ്വസിക്കുക. നിന്നെ സഹായിക്കുന്നവൻ ഉയരങ്ങളിലുണ്ട്, നിന്നെ പരിപാലിക്കുന്നവൻ അവൻ ഉയരങ്ങളിലുണ്ട്. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. നീ അവനിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാവേ, നിൻ്റെ കാൽ വഴുതുവാൻ, നീ തകർന്നു പോകുവാൻ, നീ നശിച്ചു പോകുവാൻ, നീ ഇല്ലാതായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ ശൂന്യാവസ്ഥകളെ അവൻ പണിഞ്ഞ് നിന്നെ ഉയർത്തി ദേശത്ത് നിന്നെ ഇപ്പോൾ നിന്ദിക്കുന്ന അനുഭവിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ടല്ലോ, നിന്നെ പരിഹസിക്കുന്ന വ്യക്തിമണ്ഡലത്തിൻ്റെ മധ്യയിൽ നിന്നെ മഹത്വമുള്ള വ്യക്തിയാക്കി മാറ്റുമെന്ന്, നീ മഹത്വമുള്ള മകളാക്കി മാറ്റുമെന്ന്, നീ മഹത്വമുള്ള സഹോദരനാക്കി മാറ്റുമെന്ന്, നീ ദൈവമഹത്വമുള്ള പിതാവാക്കി മാറ്റുമെന്ന് ചില തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളോട്, ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില സഹോദരിമാരോട്, ഒറ്റപ്പെട്ട അനുഭവത്തിലിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളോട്, എല്ലാവരാലും തകർക്കപ്പെട്ട അനുഭവത്തിലിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അതേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നിൻ്റെ ഈ നിലവിളിക്ക് ഞാൻ നിനക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. നീ ഏത് വിഷയത്തിൻ്റെ മേൽ നിലവിളിച്ചിരിക്കുന്നുവോ അതിൻ്റെ മേൽ കർത്താവ് ഉത്തരം നൽകിയിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദിനെ പോലെ നീ നിലവിളിക്കുന്നുവോ?
നിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ പറ്റാത്ത വിഷയമാണോ? മറ്റുള്ളവർക്ക് കേൾക്കുവാൻ പറ്റാത്ത വിഷയമാണോ? ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിൻ്റെ വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ ആ വിഷയങ്ങൾ ഒരുപക്ഷേ നിനക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്നേഹിതനോടോ ഒരു കൂട്ടു സഹോദരനോടോ ഒരുപക്ഷേ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ ആരോടും നമുക്ക് വിശ്വസിച്ച് പറയുവാൻ പറ്റത്തില്ല. എന്നാൽ നിനക്ക് ദാവീദിനെ പോലെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഒന്ന് ഹൃദയം നുറുങ്ങി ഒന്ന് നിലവിളിച്ച് ആ കർത്താവിനോട് അവൻ്റെ ഭാരങ്ങളെ സമർപ്പിച്ചാൽ നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അതിനാൽ നിൻ്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. എൻ്റെ പ്രിയ മാതാവേ, നീ ഭാരപ്പെടുന്ന കടവിഷയങ്ങൾ, രോഗാവസ്ഥകൾ എല്ലാം നീ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തി അവൻ നിന്നെ മഹത്വമുള്ള വ്യക്തിയാക്കി മാറ്റുമെന്ന് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. സകല തകർന്ന കുടുംബങ്ങളെ ദൈവം പണിഞ്ഞ് ഉയർത്തുവാൻ പോവുകയാണ്. ചില തകർന്ന ബിസിനസ് മേഖലകളെ ദൈവം പണിഞ്ഞ് ഉയർത്തുവാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതനായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ഒരു സങ്കേതവും ഗോപുരവുമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും ശത്രു നമ്മളെ ഇല്ലാതാക്കുമ്പോൾ, ശത്രു നമ്മളെ തകർത്ത് കളയുവാൻ ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മളെ കൂടെ നിർത്തി നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ, അവനിൽ ശരണം പ്രാപിച്ചാൽ നിശ്ചയമായി അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. നീ ആ ക്രിസ്തുവിൽ ശരണം പ്രാപിച്ചാൽ, നീ യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ അവൻ നിശ്ചയമായി നിന്നെ പുലർത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. അതിൻ്റെ 5-ാം വാക്യം, ദൈവമേ, നിൻ്റെ നേർച്ചകളെ ഞാൻ കേട്ട് നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായി മാറണം. ലോകപരമായ ഭയമല്ല, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവനായി, അത് കീഴ്പ്പെടുന്നവനായി, അത് പാലിക്കുന്നവനായി നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായി മാറുന്നുവെങ്കിൽ നിശ്ചയമായി അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തറമയോളം ഇരിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ആയുസ്സിനെ നീട്ടുന്ന ദൈവമാണ്. നിൻ്റെ ജീവിതത്തെ അത് നയിക്കുന്ന ദൈവമാണ്. നിൻ്റെ ആയുസ്, നീ എത്ര നാളും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് അധികാരമുള്ള ദൈവമാണ്. അവൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരമുള്ള ദൈവം. അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങളെ തലമുറയോളം ഇരിക്കും.
അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. എന്നെ കേൾക്കുന്ന ആ വ്യക്തി ജീവിതമേ, അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. നീ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കണമെങ്കിൽ, നീ നിത്യതയിൽ പോകണമെങ്കിൽ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുന്നവനായി, കർത്താവിൻ്റെ വാക്ക് പരിപാലിക്കുന്നവനായി, കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെടുവാൻ, അത് അനുസരിച്ച് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകി നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. അതിൻ്റെ 8-ാം വാക്യം, അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും ഞാൻ കഴിക്കുകയും ചെയ്യും. നീ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിച്ചാൽ, നീ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയാൽ, ആ ദൈവം നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. ആ ദൈവം നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം തൻ്റെ നിലവിളിയിൽ തൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവമാണ്. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റം നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, വചനമായി നിൽക്കുമ്പോൾ എല്ലാ ജനത്തെയും സമർപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ കുടുംബ മണ്ഡലങ്ങളെന്ന് മാറട്ടെ. നിലവിളിച്ച് ഭാരപ്പെടുന്ന അനേക വ്യക്തിമണ്ഡലങ്ങളുണ്ട്. അനേകരോട് തുറന്നു പറയുവാൻ പറ്റാത്ത വലിയ പാപത്തിൽ അകപ്പെട്ട വ്യക്തിമണ്ഡലങ്ങളുണ്ട്. ചില സഹോദരിമാർ, ചില സഹോദരന്മാർ, കർത്താവെ നീ അവിടുന്ന് വിടുവിക്കണമേ. അവിടുത്തെ വചനമയച്ച് വിടുവിക്കണമേ. നിൻ്റെ പാപം കടും ചുമപ്പാണെങ്കിലും അതിന്മേൽ പാപത്തിന് മോചനം നൽകുന്നവനായ ദൈവം. എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ സഹോദര, നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും നീ അവൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നുപോയി, നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. ഈ പ്രോഗ്രാം കാണുമ്പോൾ ദാവീദിനെ പോലെ ഹൃദയം നുറുങ്ങി തൻ്റെ വിഷയം, താൻ വഞ്ചിക്കപ്പെട്ട അവസ്ഥ, ഞാൻ തകർക്കപ്പെട്ട അവസ്ഥ ഞാൻ മറ്റുള്ളവരോട് പറയുവാൻ പറ്റാതെ ചില നീറുന്ന സഹോദരി, ചീറുന്ന ചില സഹോദരന്മാരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ മകളെ, നിൻ്റെ യാത്രകൾ, നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ നോട്ടങ്ങൾ, നിൻ്റെ സകലതും, നീ നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ സകലതും അറിയുന്നു. നിൻ്റെ വിഷയങ്ങളെ എൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നീ ക്ഷീണിച്ചിരിക്കുന്ന ഞെരുങ്ങുന്ന അവസ്ഥകൾ നീ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തി, അവൻ നിനക്ക് സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും, അതുപോലെ നീ അവൻ്റെ വചനം ഭയപ്പെട്ട് അവനിൽ വിശ്വസിച്ച് നീ രക്ഷിക്കപ്പെടുവാൻ, ശാനപ്പെട്ട് നീ അഭിഷേകം പ്രാപിക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായി അവൻ നിനക്കായി നിത്യജീവനെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നീ ആ ക്രിസ്തുവിൽ ആശ്രയിച്ച് അവനെ ഇന്ന് രക്ഷിതാവായി സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു പാപിയായ മകളാണ്, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെണീച്ച് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്നും അവിടുന്ന് വീണ്ടും ഞങ്ങളെ വിളിക്കുവാൻ, വീണ്ടും ഞങ്ങളെ ചേർത്തണയ്ക്കുവാൻ വീണ്ടും വരുമെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിനെ നിനക്ക് രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ സാധിക്കും. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാണ്, ഇന്ന് അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് നീ പറഞ്ഞാൽ, നീ എവിടെ നിന്ന് പറയുന്നുവോ അവിടെ നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ പാപങ്ങളെ നിൻ്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നീ ഒരു ദൈവ പൈതലായി മാറി. നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ സ്ഥാനപ്പെടുമ്പോൾ ഐ ലംഥോറി റീഗസിയ, നീ ദൈവത്തിൻ്റെ മകളായി മാറും, നീ ദൈവത്തിൻ്റെ മകനായി മാറും. അവിടെ ദൈവത്തിൻ്റെ മഹാദൂതന്മാരെ ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കും. അങ്ങനെ നീ വിശ്വസിച്ച് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ റീബൽ ശന്തനക സൗന്ദര്യ, അവിടെ നിനക്ക് അതേ പരിശുദ്ധാത്മാവ് സ്ഥാനം പെടുവാനിടും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നീ വിശുദ്ധ ജീവിതം നയിച്ചാൽ നീ ഇപ്പോൾ നേറുന്ന അവസ്ഥകളെയെല്ലാം മാറ്റി, ഞെരുങ്ങുന്ന അവസ്ഥകളുണ്ടോ, നിൻ്റെ വിഷയം ആരോടും പറയുവാൻ പറ്റാത്ത നിൻ്റെ കടും ചുമപ്പുള്ള
പാപത്തെ മാറ്റി അവൻ ശുദ്ധീകരിച്ച് നീ വിശുദ്ധ ജീവിതം നയിച്ചാൽ, ഈ 4 കാര്യം നീ ചെയ്താൽ, അതിൻ്റെ അപ്പുറമായി അവൻ നിനക്ക് പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിനക്കവൻ നിത്യത ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ഭവനത്തെ നിനക്കൊരുക്കിയിരിക്കുകയാണ്. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ, കേട്ട വചനങ്ങൾ അവർ അനുസരിക്കുവാൻ തയ്യാറെടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. കുടുംബ മണ്ഡലങ്ങളിലെ എല്ലാ തകർച്ചകളെ, എല്ലാ ശൂന്യതകളുടെ മേൽ കർത്താവ് വാതിലുകളെ, വഴികളെ, ബിസിനസ് മേഖലകൾ, ഫൈനാൻസ് മേഖല കിട്ടുവാനുള്ള അനേക വ്യക്തിമണ്ഡലങ്ങളുണ്ട്. അവർക്ക് പുതുവാതിലുകളെ സ്വർഗം തുറന്നതിനായി നന്ദി പറയുന്നു. ചില നീറുന്ന പിതാക്കന്മാർ, മാതാക്കന്മാരുണ്ട്. അത് അവരുടെ വിഷയം പറയാത്ത വിഷയത്തിനുമേൽ കർത്താവെ, നീ പുതുവഴികളെ, പുതുവാതിലുകളെ സ്വർഗം തുറന്നതിനായി നന്ദി പറയുന്നു. കേട്ട എല്ലാ വചനത്തിനും നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടപെടട്ടെ. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു. വ്യക്തിമണ്ഡലങ്ങളിൽ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ, വാഴ്ചയുടെ അധികാര എല്ലാ അന്ധകാര കോട്ടകളെ നസ്രേനായ യേശുവിൻ നാമത്തിൽ കമാൻഡിങ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, എല്ലാ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. അന്ധകാര ശക്തികൾ ഭവനത്തിൽ നിന്ന് മാറട്ടെ. ഭവനത്തിൻ്റെ അസമാധാനങ്ങളെ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കുടുംബങ്ങളിൽ പകരുന്നു. കണ്ണുനീർപ്പെടുന്ന എല്ലാ ഭാരങ്ങളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാ വ്യക്തിമണ്ഡലങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുന്നു. കർത്താവ് എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.